കേരളത്തിന്റെ രാഷ്ട്രീയ ഗോതയിൽ ഷാഫി പറമ്പിൽ കളിക്കുന്നത് ചില്ലറ കളിയൊന്നുമല്ല. വടകര ലോക്സഭാ മണ്ഡലത്തിൽ പോയി മത്സരിച്ചതുകൊണ്ട് തന്നെ MP ആയി മാറി ഷാഫിക്ക് നിയമസഭയിലേക്ക് പോയി ഈ കേരള സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഷാഫി നടു റോഡിൽ നിന്നുകൊണ്ട്, അതും കോഴിക്കോടിന്റെ മണ്ണിൽ ഇറങ്ങിക്കൊണ്ട്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കസേര തന്നെ ഇളക്കിക്കൊണ്ട് പ്രകമ്പനം കൊള്ളിക്കുന്ന പ്രസംഗമാണ് നടത്തുന്നത്. ഏതൊരു കോൺഗ്രസ് പ്രവർത്തകനെയും കോരിത്തരിപ്പിക്കുന്ന രംഗങ്ങളാണ് ഷാഫിയിൽ നിന്ന് കേരളത്തിന് കാണാൻ കഴിയുന്നത്. കോൺഗ്രസിന്റെ യുവതുർക്കി ഷാഫി കോഴിക്കോട് നടത്തിയ പ്രസംഗം പരിശോധിക്കാം. തന്നെ ഇല്ലാതാക്കാൻ വന്ന DYFI ഗുണ്ടകൾക്ക് മുന്നിലേക്ക് എറിഞ്ഞുകൊടുത്ത പോലീസ് ഏമാന്മാരെ നിർത്തിപ്പൊരിച്ചുകൊണ്ടാണ് ഷാഫി ജനസാഗരത്തെ ഇളക്കി മറിക്കുന്നത്. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. കോഴിക്കോടിനെ സംബന്ധിച്ച് CPM-ന് ഏറെ വളക്കൂറുള്ള മണ്ണാണ്. എന്നാൽ ഇനി ആ ഇന്നലകളെ തിരുത്തി കുറിച്ചുകൊണ്ട് തന്നെ UDF പുതുചരിത്രം കുറിക്കുമെന്നാണ് ഷാഫി ആണയിട്ട് പറയുന്നത്. കോഴിക്കോട് നിന്നും തലസ്ഥാന നഗരിയിലേക്ക് വണ്ടി കയറുന്ന മുഴുവൻ MLA-മാരും UDF-ൽ നിന്നായിരിക്കുമെന്നും ഷാഫി കണക്കുകൂട്ടി പറയുന്നുണ്ട്. ഒരു പോലീസ് സ്റ്റേഷനിലെ ദൃശ്യങ്ങൾ കിട്ടണമെങ്കിൽ ആ ദൃശ്യങ്ങൾ RTI പ്രകാരം അപേക്ഷ വെച്ചാൽ എടുത്തു കൊടുക്കേണ്ടതാണ്. പക്ഷേ അത് കൊടുക്കാനും ഈ ഗവൺമെന്റ് തയ്യാറല്ല. കുന്നംകുളത്തെ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾക്ക് വേണ്ടി വർഷങ്ങൾ പോരാടിയിട്ട് അവസാനം കോടതിയുടെ പിന്തുണയോടെയാണ് ആ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ഞാൻ ഇന്നലെ സുജിത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോയിരുന്നു. ക്രൂരമായ മർദ്ദനത്തിനിരയായ ചെറുപ്പക്കാരൻ ആ ദൃശ്യങ്ങൾക്ക് വേണ്ടി ഒരു നിയമ പോരാട്ടം നടത്തേണ്ടി വന്നു. പോലീസിൽ പരാതി കൊടുത്തു, മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി കൊടുത്തു. അതിനൊന്നും നടപടികളില്ല. അവസാനം കോടതി ഇടപെട്ട് വിവരാവകാശ പ്രകാരം ആ ദൃശ്യങ്ങൾ പുറത്തു വന്ന് മാധ്യമങ്ങൾ അത് വലിയ വാർത്തയാക്കിയപ്പോഴും ആ പോലീസുകാരനെതിരെ ഒരു തലോടൽ മാത്രം. അപ്പോഴും അവരെ പിരിച്ചുവിടാൻ ഒരുക്കമല്ല. എന്താ അതിന്റെ കാരണം? മറ്റൊന്നുമല്ല, കാക്കിയണിഞ്ഞ് പോലീസുകാരൻ ചെയ്യുന്നത് പോലീസിംഗ് അല്ല, കാക്കിയണിഞ്ഞ് പാർട്ടി പണിയാണ് ഈ നാട്ടിലെ പോലീസ് എടുക്കുന്നത്. അവരോടൊന്ന് പറയുന്നു, എല്ലാ കാലത്തും പിണറായി വിജയൻ ആയിരിക്കില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ളത് അവർ ഓർത്താൽ അവർക്ക് നല്ലതെന്ന് ഷാഫി പോലീസിനെ ഓർമ്മപ്പെടുത്തുന്നു. കറുത്ത മുഖം മൂടികൾ അണിയിച്ച KSU നേതാക്കളെ കയ്യാമം വെക്കുക, അത് വേണോ എന്ന് ചോദിച്ചപ്പോൾ അതിന് വകുപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് മുഖം മൂടി അണിയിച്ച് കണ്ണു മാത്രം പുറത്തു കാണിച്ച് തീവ്രവാദികളെ പോലെ, രാജ്യദ്രോഹികളെ പോലെ, കൊലപാതകികളെ പോലെ 3 വിദ്യാർത്ഥികളെ CPM-ന്റെ തൃപ്തിക്ക് വേണ്ടി, പിണറായി വിജയന്റെ തൃപ്തിക്ക് വേണ്ടി കോടതിയിൽ ഹാജരാക്കുന്നതിന് പേര് പോലീസിംഗ് എന്നല്ല. അത് CPM-ന്റെ അടിമപ്പണിയാണെങ്കിൽ അത് എടുക്കേണ്ടവർ കാക്കി ഊരി വെച്ചിട്ട് പാർട്ടി ഓഫീസിൽ പോയി പണിയെടുക്കണം. ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നല്ല അവരെ ശമ്പളം കൊടുത്ത് പോറ്റേണ്ടത്. അപ്പോഴും നടപടി എന്താ? അയാൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു സ്ഥലം മാറ്റം, സസ്പെൻഷൻ ഇല്ല, അവിടെ പ്രതികരണമില്ല. ചെയ്തത് തെറ്റാണെന്ന് പറയാൻ പോയിട്ട് ജനാധിപത്യവാദികളുടെ, സാംസ്കാരിക നായകന്മാരുടെ പ്രതിഷേധത്തിന്റെ നീണ്ട കഥകളില്ല, രചനകളില്ല, വരികളില്ല. മൗനമാണ്, തികഞ്ഞ മൗനം. കാരണം രാജാവ് കോപിച്ചൂടാ. രാജാവിന്റെ തൃപ്തി ഗുണ്ടകൾക്ക് എപ്പോഴും ഉണ്ട്. സർക്കാരിന് ഇത്രയും ചീത്തപ്പേര് വന്നിട്ടും അവർ എന്താ പ്രതികരിക്കാത്തത്? കാരണം വ്യക്തമാണ്. സർക്കാർ ഇനി അധികകാലമില്ല എന്നുള്ളത് അതിന്റെ തലപ്പത്തിരിക്കുന്നവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാരിന്റെ കാലശേഷവും അവർക്ക് പണിയെടുക്കാൻ പോലീസിൽ ചില ഗുണ്ടകളെ നിലനിർത്താൻ വേണ്ടിയുള്ള പിന്തുണയാണ് ഇപ്പോൾ ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, കേരളത്തിലെ പോലീസിലെ ഗുണ്ടകളുടെയും പോലീസിന്റെ പുറത്തുള്ള ഗുണ്ടകളുടെയും രക്ഷാധികാരി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളും നടപടികളും തെളിയിക്കുകയാണ്. നമ്മുടെ ചെറുപ്പക്കാരെ ഈ മുഖം മൂടി അണിയിച്ചു കൊണ്ടുപോയി എന്ന് ഞാൻ പറഞ്ഞു. കൊടിസുനിയെ എങ്ങനെയാ കോടതിയിൽ കൊണ്ടുപോകുന്നത്? പോലീസുകാർ പോകുന്ന വഴിക്ക് വണ്ടി നിർത്തും, അവന് ഇഷ്ടപ്പെട്ട ഹോട്ടലിൽ നിന്ന് വേണ്ടതെല്ലാം മേടിച്ചു കൊടുക്കും. കോപിക്കരുതല്ലോ. അത് മേടിച്ചു കൊടുത്ത് വണ്ടി പുറത്തു നിർത്തും. പുറത്തു നിർത്തിയാൽ വെള്ളക്കാറിന്റെ പുറത്ത് 4 ഗ്ലാസ് വരും, അതിന്റെ മേലെ അനുബന്ധ സൗകര്യങ്ങൾ വരും. ഇത് അവിടെ വന്നിട്ട് അവർക്ക് മദ്യം കൊടുക്കും.
ടച്ചിങ്സ് കൊടുക്കും, ചിക്കൻ കൊടുക്കും, കൊടിസുനി കോപിക്കരുത്, 7 മാസം 60 ദിവസം പരോളും കൊടുക്കും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, കേരളം കണ്ട ഏറ്റവും ക്രൂരമായ ഒരു കൊലപാതകത്തിന് നേതൃത്വം നൽകിയ കൊടിസുനിയെ മദ്യവും ടച്ചിങ്സും കൊടുത്ത് സ്വീകരിക്കുന്ന പിണറായി വിജയന്റെ പോലീസ് 3 വിദ്യാർത്ഥികളെ മുഖം മൂടിയും കയ്യാമും വെച്ച് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ആ ഇരട്ടത്താപ്പിന്റെ കാരണമൊന്നാണ്. ഗുണ്ടകളുടെ മനസ്സ് തന്നെയാണ് ഭരിക്കുന്നവനും. അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനങ്ങൾ അത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതിന് അധികകാലം ആയുസ്സുണ്ടാവില്ല. ഇതിനെതിരായിട്ടുള്ള സമര സംഗമങ്ങളിൽ, പ്രതിഷേധങ്ങളിൽ പാർട്ടി സജീവമായി മുന്നോട്ടു പോകുമെന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. കോഴിക്കോട്ടെ സംഭവങ്ങളും വ്യത്യസ്തമല്ല. കഴിഞ്ഞ ദിവസം കോഴിക്കോട് വടകരയിൽ വന്നപ്പോഴും ഷാഫി പറഞ്ഞു,